ഇന്നലെ രാത്രിയാണ് പട്ടാമ്പി തൃത്താലയ്ക്കടുത്ത പരതൂരിലെ ക്ഷേത്രത്തിൽ ആട്ടം എന്നുള്ള ആചാരം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷൈജു വെളിച്ചപ്പാടായി തുള്ളുകയും തലയ്ക്ക് വെട്ടുകയും ഒക്കെ ചെയ്തു. പിന്നീട് ആ തുള്ളലിൻ്റെ ആവേശത്തിലാണ് അവിടെ ഫലമൂലാദികൾ കഴിക്കുക എന്നുള്ളൊരു ആചാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കാഞ്ഞിരക്കായും ഷൈജു കഴിച്ചു. സാധാരണ ഇത്തരം വെളിച്ചപ്പാടുകൾ കാഞ്ഞിരക്കായ കിട്ടിയാലും അത് കടിച്ചതിന് ശേഷം കയ്പും തുപ്പിക്കളയാണ് പതിവ്. പക്ഷേ ഷൈജു ആവേശത്തിൽ ആ കായ വിഴുങ്ങുകയും 3 കായകൾ കഴിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഫ്രൂട്ട്സുകളൊക്കെ വെക്കും, അതിൽ 2 പഴം ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ ഫ്രൂട്ട്സ് വിതരണം ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരം കിടന്നു. കിടന്നപ്പോ കാലിനൊക്കെ മസില് കയറുണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മസിൽ കയറാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ വണ്ടിയിലും ഉണ്ട്. ആ കായ കഴിച്ചതിന് ശേഷം അതാരും ശ്രദ്ധിച്ചില്ല. ഷൈജു മാത്രമല്ല, കൂടെ ഉള്ള ആൾക്കാർ ഏതാണ്ട് 500ഓളം പേർ ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഷൈജു കാഞ്ഞിരക്കായ കഴിച്ചു എന്ന് മനസ്സിലാക്കില്ല. അത് ഉത്സവമെല്ലാം കഴിഞ്ഞ് 2 മണിക്ക് ശേഷം വീട്ടിലെത്തിയതിന് ശേഷമാണ് ഷൈജുവിന് അസ്വസ്ഥത തോന്നിയത്. അപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ചതിന്റെ വേസ്റ്റ് അതിന്റെ പാർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് ബന്ധോസിലെടുത്തിട്ടുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരത്തോടെ ഷൈജുവിന്റെ തറവാട്ട് വീട്ടിൽ തന്നെ അടക്കം ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാൻ മറ്റു ബന്ധുക്കളോ ആരും തന്നെ തയ്യാറായില്ല. തീർച്ചയായിട്ടും അതിൽ സമൂഹ മാധ്യമങ്ങളും മറ്റും ഇതിനെതിരായ വിമർശനങ്ങൾ വരുന്നുണ്ട്. ആചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പലരും കാഞ്ഞിരക്കായ കടിക്കാറുണ്ട്. പക്ഷേ ഷൈജു കഴിച്ചതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. ഇനി അത് കൂടുതൽ വാർത്തയാക്കാൻ ബന്ധുക്കൾക്ക് താല്പര്യമില്ല. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.